മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് മുട്ടക്കറി കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നൂലപ്പം ഇരിപ്പുണ്ട്, അപ്പോൾ പിന്നെ ഒരു മുട്ടക്കറി ആവാമല്ലോ അല്ലേ. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയെല്ലാം പുഴുങ്ങാനായിട്ട് ഇട്ടു. ആ നേരം കൊണ്ട് ഇന്നലെ ഞാൻ ധന ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചൂരമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചു. കാരണം ഇവിടുത്തെ ആശാന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി നോൺ എന്തെങ്കിലും വേണം. അതല്ല പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ പിന്നെ മൂങ്ങിക്കൊണ്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ആൾക്ക് നോണില്ലെങ്കിൽ ആൾക്കൊരു വിഷമമാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു വിഷമമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ചൂര വറക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുന്നത്. അങ്ങനെ അത് പുരട്ടി വെച്ചു. ആ നേരം കൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ പാലൊഴിച്ചാണ് വെക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ കറി ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല കറി ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബ് നോക്കിയും കറികൾ ഉണ്ടാക്കാറില്ല. ഞാനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കറി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കറികൾ ഉണ്ടാക്കുന്ന ഡീറ്റെയിലും കൂടുതൽ പറയാത്ത കേട്ടോ. പിന്നെ എനിക്ക് ഈ കണ്ടില്ലേ, ഈ നമ്മുടെ വേപ്പിലിടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെള്ളം ഇല്ലാണ്ട് അത് നല്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേപ്പിലിടുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കില്ല. പക്ഷേ എന്നാൽ പോലും ഇത്തിരി വെള്ളം എപ്പോഴും ഉണ്ടാവും എൻ്റെ കയ്യിൽ. കാരണം ഞാൻ ഓരോ കറികൾ ചെയ്യുമ്പോൾ അപ്പോൾ കൈ കഴുകും. അപ്പോൾ എപ്പോഴും ഈ വേപ്പിൽ പൊട്ടിത്തെറിക്കുമ്പോൾ എൻ്റെ മേത്തേക്കൊക്കെ എപ്പോഴും കറുത്ത പാടുകളും പൊട്ടിത്തെറിച്ചിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കറികളൊക്കെ ആവണ സമയത്ത് ഞാൻ രാത്രി ഇട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ വെയിലത്ത് വിരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഗൾഫിൽ ഭയങ്കര ചൂടല്ല. അപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതാണ് ആകെയുള്ളൊരു സമാധാനം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ കരിവാളിച്ച് പോകും. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട്, എനിക്ക് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി കറക്റ്റായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് മോർണിംഗ്.